വാ വാ, ഈ വരവിലെന്തോ പന്തികേടുണ്ടല്ലോ. സച്ചി കടം എന്തിനത് മറ്റുള്ളവരെ അറിയിക്കണേ? എന്നാ പിന്നെ വാർത്താ ബോർഡോട് എഴുതിയിട്ട് കൊടുക്കാനുള്ള കാശിന്റെ കണക്കിന് മാത്രം അറിവുള്ള ചില ആൾക്കാരുണ്ട്. കടം കൊടുക്കുമ്പോ രേഖ വേണം. അതിനാ ജില്ലാ ജഡ്ജിയുടെ കൺമുമ്പിൽ തന്നെ എഴുതി വെക്കണത്. എന്റെ ചെവരൊക്കെ വൃത്തികേടാക്കുമല്ലോ. അല്ലെങ്കിൽ ഭയങ്കര വൃത്തിയല്ലേ? ഒന്നുമല്ലെങ്കിലും എന്റെ ഹാൻഡ് റൈറ്റിംഗിന്റെ ഭംഗി വൃത്തിയായിട്ട ചുമരിനൊരു അലങ്കാരവും. ഇവിടെയുള്ള പുരാവസ്തുക്കൾക്കിടയിലെ ഈ കണക്കും ഒരുപാട് കാലങ്ങൾ നിലനിൽക്കും. എഴുതിക്കോ, എഴുതി കേറ്റിക്കോ. അയ്യടാ, അങ്ങനെ നിലനിൽക്കാനല്ല, പിന്നെ കണക്ക് പറഞ്ഞ് വാങ്ങിക്കാനാ എഴുതണത്. ഇതെന്ത് 400 360 തന്നുള്ളൂ? ഓഹോ, കാശ് ചോദിക്കുമ്പോ ഫോണിൽ കൂടി എന്തായിരുന്നു പഞ്ചാര. ലാലപ്പന്നെ 400 തയ്ച്ചു കൊടുത്താ. ഹോസ്പിറ്റലിൽ 360 കൊടുത്തത്, ബാക്കി അവനെ തന്നില്ലല്ലോ. ഇനിയിപ്പോ മാസ്കരേറ്റിന്റെ കയ്യിൽ എങ്ങനെ കൊടുത്തിട്ടുണ്ടാവോ? ദേ, അവരെടുത്ത് ഇവരെടുത്തെന്നൊക്കെ പറഞ്ഞ് ഒഴിപ്പിയാലുണ്ടല്ലോ. അല്ല, ഇതെപ്പോ തരും? ഇത് വലിയ ശല്യായല്ലോ. ഇതിലും ഭേദം ഷൈലോക്ക് ഫൈനാൻസേഴ്സ് ആയിരുന്നു അല്ലേ? അത് ശരി, ഇപ്പൊ ഞാൻ ശല്യല്ലേ? അത്യാവശ്യം വന്നപ്പോ ഒരു ഫൈനാൻസേഴ്സിനെ കണ്ടില്ലല്ലോ. കണ്ടില്ല. ഇല്ലാത്ത കാശ് കടം വാങ്ങി കൊടുത്തിട്ട് ഇപ്പൊ ഇളിക്കാ. രണ്ടിലും തീരുമാനിച്ചിട്ട് ഞാൻ പോണുള്ളൂ. കാശ് എപ്പോ തരും? നിന്റെ കാശ് പലിശയും പലിശയുടെ കൂട്ടിയിട്ട് അധികം താമസിയാണ്ട് തന്നേക്കാമേ. നിനക്ക് ഈ കാശ് ഇന്ത്യൻ റുപ്പീസ് ആയിട്ട് വേണോ, അമേരിക്കൻ ഡോളേഴ്സ് ആയിട്ട് വേണോ, ഇസ്രായേൽ ഷെയ്ക്കലായിട്ട് വേണോ? ഇനി ഭാസ്കരേട്ടൻ, സൈഗാൾ യൂസഫ്, ലൂയങ്ങൾ എന്നൊക്കെ പറഞ്ഞ് ഹോട്ടലിലേക്ക് വിളിക്കേ. ദേ, സേട്ടുപാപ്പ കേൾക്കാനൂടിയാ ഞാൻ പറയണേ. ഈ കണക്ക് മുഴുവൻ തീർക്കാതെ എന്റെ ഇതിന് നയ പൈസ കിട്ടൂല. അതെ, ആ കരിക്കട്ടോടെ വെച്ചിട്ട് പോടി. ഇനി വന്ന് എഴുതണ്ടല്ലേ? അയ്യോ, അതാ ലൂയങ്ങളുടെ വായി പോയി. നീ എന്തിനാ അവളിട്ട് ഇങ്ങനെ വട്ട് കളിപ്പിക്കുന്നത്? ഒരു രസം, പണ്ട് മുതലുള്ള ശീലമല്ലേ. ആളറിയാതെ ആണെങ്കിലും നിനക്കൊരു അടിയുടെ അത്യാവശ്യം ഉണ്ടായിരുന്നു. വിളിക്കല്ലേ, ഈ സമയത്ത് ഞാൻ പ്രായമൊന്നും നോക്കൂലോ പാപ്പ. ഈ ഒരു കയ്യകലത്തിന്ന് മാറി അവിടെ എവിടെയെങ്കിലും പോയിരുന്നു. സ്ത്രീ പീഡനത്തിന് കേസെടുക്കാൻ നിന്റെ ഭാഗ്യം. അതിനെ സ്ത്രീകളെ കയറി പിടിച്ചാലല്ലേ കേസെടുക്കൂ. ഇടക്കാലാശ്വാസമായിട്ട് കിട്ടിയിരുന്ന ഒരു പണി നീ കാരണം ഇല്ലാണ്ടായി. ഇയാൾക്കപ്പ എന്റെ പേരൊന്ന് വിളിച്ചുകൂടായിരുന്നോ? ഞാൻ എത്ര പ്രാവശ്യം നിന്നെ ജെന്നി ജെന്നിന്ന് വിളിച്ചു. നീ കേട്ടത് പന്നി പന്നീന്നല്ലേ? തൈയൊക്കെ കെട്ടി വലിയ കൊമ്പത്തി ഉദ്യോഗമാണെന്നല്ലേ വീം പിടിച്ചിരുന്നത്? തൈയൊക്കെ ഉണ്ടായിരുന്നല്ലോ ബാക്കില്, നീ കണ്ടില്ലേ? എന്താ അവിടെ എഴുതണത്? കണക്ക്. ഡോക്ടറെ കണ്ടതും സ്റ്റിച്ചിട്ട വകയിലും പിന്നെ അവിടെ നിന്ന് ഇവിടെ വരെ ഓട്ടോറിക്ഷ പിടിച്ചു വന്നതും എല്ലാം കൂടെ കൂട്ടി 310 രൂപ. ആ മരുന്ന് വന്നു, പിന്നെ 60 രൂപ. മെഡിക്കൽ ഷോപ്പിൽ നിന്ന് മരുന്ന് വാങ്ങിയത്, അപ്പൊ എല്ലാം കൂടെ കൂട്ടി 370 രൂപ. അത് ആ കുട്ടിയല്ലേ കൊടുത്തത്, അതിന് ഇയാളെന്തിനാ കണക്കെഴുതുന്നേ? അത് തൽക്കാലത്തേക്ക് ഒരു അഡ്ജസ്റ്റ്മെന്റ്. നാളെ കാലത്ത് ഞാൻ തിരിച്ചു കൊടുക്കൂലേ? ഇയാളെ പോലെ അല്ല ഞാൻ, എനിക്കേ അഭിമാനമുണ്ട്. അത് നീ എനിക്കിട്ടൊന്ന് ആക്കിയതാണല്ലോ. എനിക്ക് അഭിമാനം കൂടിയതുകൊണ്ടാ ദരിദ്രവാസിയായിരുന്നിട്ടും 10,000 രൂപയുടെ കെട്ട ആ തള്ളയുടെ മോളുടെ മുമ്പിലേക്ക് വലിച്ചെറിഞ്ഞിട്ട് കൊടുത്തത്. അതെ, അത് പറയാനാ കുട്ടി എന്നെ വിളിച്ചോണ്ട് വന്നത്. അല്ലാതെ നായകന്റെ വീരസിംഗ് കണ്ട് പ്രേമപരേക്ഷയെ പുറയൊന്നും വന്നല്ല. പിന്നെ നായകൻ വലിച്ചെറിഞ്ഞ നോട്ടുകൾക്കിടയിലേ 100ന്റെ 5 ഗാന്ധി കുറവുണ്ടായിരുന്നു. അടിച്ചു മാറ്റിയില്ലേ കള്ളൻ. ഇവിടെ ഒന്ന് വെയിറ്റ് ചെയ്യണേ. ഹോട്ടലിൽ എത്താറായപ്പോഴൊരു കാര്യം ഓർമ്മ വന്നത്. അതാ ഓട്ടത്തിന് തിരിച്ചു വന്നേ. നമസ്കാരം സേട്ടുപാപ്പ. ഇന്നലെ ഇവിടെ വന്നു പോയപ്പോ അമ്മ പറഞ്ഞു സേട്ടുപാപ്പന്റെ കയ്യില് പഴയ റെക്കോർഡ്സിന്റെ നിറയെ കളക്ഷൻസ് ഉണ്ടെന്ന്. എവിടെ ഒന്ന് കാണാൻ പറ്റുമോ? ഓ, അതിനെന്താ, ഒരുപാട് ഉണ്ടായിരുന്നാണ് കേട്ടാ. ഒക്കെ ഓരോരുത്തർ കൊണ്ടുപോയി അങ്ങനെ ഇങ്ങനെയൊക്കെ പോയി. നീ ആ ചുമരം എഴുതിയിട്ടോ, എന്നിട്ട് 500 രൂപ കൊച്ചിനോടത്തേക്ക്. നമുക്കെന്തിനാ വല്ലവരുടെ കാശ്? നാണക്കേടല്ലേ? നമുക്ക് അഭിമാനമല്ലേ വലുത്? അഭിമാനില്ലേ? അഭിമാനം ഇല്ലേന്ന് ചോദിച്ചാ സത്യം പറഞ്ഞ ഞാൻ അറിഞ്ഞോണ്ടല്ല. ഈ അമിതാഭ് ബച്ചനും ജയബാദ്രി അഭിനയിച്ച അഭിമാൻ ഇല്ലേ? ഓ, അതില്ലാത്ത ചില ആളുകളോട് വന്നു പോകുന്നോണ്ട് അത് മാത്രം അവിടെ വെക്കാറില്ല. സേട്ടുപാപ്പ, ഓ, ഈ അഭിമാൻ കിട്ടണമെങ്കിൽ 500 രൂപ കൊടുക്കേണ്ടി വരും അല്ലേ?
500 രൂപ എടുത്തേ. ഏ? ഒരു 500 രൂപ തരാൻ. ഈ സമയത്ത് ഞാൻ പ്രായം നോക്കൂല മോനെ. ഈ കയ്യകലത്തുനിന്ന് മാറി നിന്നേക്ക്. എടാ 500 മണി ഞാൻ ആരാണ്? സേട്ടല്ലേ? ഇപ്പൊ ഒരു പാട്ട് മാത്രമല്ലേ ഉള്ളൂ. നോക്ക്, നീ ഒരു കാര്യം ചെയ്യേ. അതൊക്കെ പറയേ. നീ ഒരു കാര്യം ചെയ്യേ. 500 രൂപയ്ക്ക് അത് 2 കിടക്കെടുത്ത് കൊടുത്തേക്ക്. കിടക്കായിട്ട് കൊടുത്താ തെറ്റിദ്ധരിക്കില്ലേ? എന്നാ പിന്നെ നീ വേറൊരു കാര്യം ചെയ്യേ. എന്താ? എന്നെ അങ്ങോട്ട് പണയം വെച്ച് എന്നിട്ട് കിട്ടണ അങ്ങോട്ട് കൊടുത്തേക്ക്. അല്ല, ഞാൻ 5 പൈസ അല്ല ചോദിച്ചത്, 500 രൂപയാ. ആ പെൺകൊച്ചിന്റെ മുമ്പിൽ ചെന്ന് നാട്ടിക്കരുത്. എന്റെ അഭിമാനം. അഭിമാൻ നേരത്തെ ഇവിടെ ഉണ്ടായിരുന്നോ? നേരത്തെ ഉണ്ടായിരുന്നു. കുറച്ചു നേരം മുമ്പാ വിറ്റത്. എന്നെ പറ്റി എന്താ വിചാരിച്ച്? വെറുതെ ഇരിക്കുന്ന അമിതാഭച്ചനെ ജയബാദുരൊന്നും ഇതിൽ പിടിച്ച് വലിച്ചെടുക്കേണ്ട കാര്യമൊന്നുമില്ല. അങ്ങനെ ഇതിൽ പൊക്കോണ്ടെന്ന് വിചാരിച്ചു ഞാനെന്താ അങ്ങനെ കണ്ട പേടിക്കുന്നു വിചാരിച്ചോ? ഞാനും കണ്ടിട്ടുണ്ട് അമിതാഭച്ചന്റെ സിനിമയൊക്കെ. എനിക്കങ്ങനെ നന്നായിട്ട് അറിയാം. അല്ല പിന്നെ എല്ലാരോടും കുറെ നേരമായി അഭിമാൻ അഭിമാൻ അഭിമാൻ. 500 രൂപ തന്നിട്ടാണെങ്കിൽ ഞാൻ കൂലിപ്പണി എടുക്കും. അല്ല, കൂലിപ്പണി എടുത്തിട്ടാണെങ്കിൽ 500 രൂപ തിരിച്ചു തരും. നിനക്ക് ഞാൻ വച്ചണ്ടാ യൂട്യൂബ് ബ്രൂട്ടസി. കൊറേ നേരമായി നിൽക്കുന്നു. കൊറേ നേരം ഓടണോ? എന്റെ വഴി ഇങ്ങടാ. ചേട്ടാ, ഒന്ന് ആശുപത്രി വരെ കൊണ്ടുപോ. മൂക്കിന്റെ ബ്രിഡ്ജ് പോയി. ഒന്ന് വേഗം എടുക്കട്ടാ. സ്റ്റിച്ച് പൊട്ടി. പോ. ഒരാലൂക്ക. എന്തായിരുന്നു ഇവന്റെ ഷൈനിങ്? ഇവനെ നമുക്ക് ഉരുക്കി അടിച്ച് പണിക്കുറ്റം തീർത്ത് കൊടുക്കണം. നീ കാമുകിമാർക്കൊരു മാതൃകയാടാ. നിന്റെ അസ്ഥിയിൽ പൊട്ടിവിടുന്ന പ്രേമം എത്ര പെട്ടെന്നാടാ കൊഴിഞ്ഞു വീണത്. അപ്പോ നമുക്കൊന്ന് ഒരുക്കി നോക്കല്ലേ? ഗുഡ് മോർണിംഗ്. സോറി, എനിക്കൊരു ഉപകാരം ചെയ്യൂ. നോക്കൂ കുട്ടി, ഞാൻ ഇവിടെ വെറുതെ ടൈം പാസിന് വന്നതല്ല, പഠിക്കാനാണ്. പ്ലീസ് ഡോണ്ട് ഡിസ്റ്റർബ് മീ. ഒരു അത്യാവശ്യ കാര്യം പറയാനാ മാഷേ. മനുഷ്യനായ ഒരു ഉപകാരം ചെയ്തൂടെ? ശരി, എന്താ വേണ്ട പറ. ആ ലുക്കാസ് ജ്വല്ലറിയില് ഞങ്ങളെ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്തരുമോ? ഞങ്ങൾക്ക് കുറച്ച് സ്വർണം എടുക്കാനാ. ഒന്ന് പരിചയപ്പെടുത്തി തന്നാ ഞങ്ങൾക്ക് കുറെ നല്ല സ്വർണം കിട്ടുമല്ലോ. ആലുക്കാസിലും നല്ല സ്വർണ്ണം മാത്രമേ ഉള്ളൂ, അതിനാരുടെയും റെക്കമെൻഡേഷൻ ആവശ്യമില്ല. എന്നാലും സാജൻ പറഞ്ഞാ ഞങ്ങൾക്ക് നല്ല VIP ട്രീറ്റ്മെന്റ് എങ്കിലും കിട്ടുമല്ലോ അല്ലേ? പിന്നെ നല്ല അസല ട്രീറ്റ്മെന്റ് കിട്ടും. എനിക്കതൊക്കെ ബുദ്ധിമുട്ടാണ്. അല്പം ബുദ്ധിമുട്ടെന്നേ ഞങ്ങൾക്ക് വേണ്ടിയല്ലേ? നിങ്ങൾക്ക് ഇത് എന്തിന്റെ കേടാ? മനുഷ്യനെ പഠിക്കാനും സമ്മതിക്കില്ല. ചേട്ടനെന്തിനാ ചൂടാവണം? ഞങ്ങളൊന്നും ചെയ്തില്ലല്ലോ. എന്താ സാജാ? സർ, ഇവരെന്നെ വെറുതെ ഇറിറ്റേറ്റ് ചെയ്യാം. സോറി സർ, ഞങ്ങളൊന്നും. നോ എക്സ്ക്യൂസ്. ഇതെന്താ ചന്ത? അല്ല സാർ, ഇത് ലൈബ്രറി അല്ലേ? എന്താ പേര്? പ്രിയംവട. പ്രിയംവട. പ്രിയംവദ. പ്രിയംവദ. ഏത് ക്ലാസ്സാ പഠിക്കുന്നത്? ഫസ്റ്റ് BA എക്കണോമിക്സ്. ഐഡന്റിറ്റി കാർഡ് എടുക്ക്. ക്ലാസ് ഇല്ലേ? തലവേദന തലവേദനയായത് കണ്ട് പഠിക്കുന്ന പിള്ളേരെ ഉപദ്രവിക്കാൻ ക്ലാസ്സും കട്ടിയത് ഇറങ്ങിയിരിക്കുക രണ്ടും. ഞാനിത് പ്രിൻസിപ്പളിലേക്ക് കൊടുത്തോളാം, അവിടുന്ന് വാങ്ങിച്ചോ. ഞാൻ പോയിക്കോട്ടെ മകൾ. സാജൻ ഇരിക്കൂ. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. നീ എന്താ ഫാഷൻ പരേഡിനാ കോളേജിൽ വരുന്നത്? എന്ത് വേഷാടി ഇത്? ഭംഗിയില്ലേ അല്ലേ? പിന്നെ നല്ല ഭംഗിയാ. നിനക്കൊന്നും വീട്ടിൽ ചോദിക്കാനും പറയാനും ആരുമില്ലേ? ഇല്ല. ആ, അതിന്റെ കുഴപ്പാ. നിന്നെ കുറിച്ച് എല്ലാരും നല്ല അഭിപ്രായ പറയുന്നത്. താങ്ക് യു മദർ. എന്ത്? അല്ല, എല്ലാവർക്കും നല്ല അഭിപ്രായം എന്ന് പറഞ്ഞപ്പോ. പിന്നെ എന്ത് നല്ല അഭിപ്രായ? രാവിലെ വിഡ്ഢിവേഷം കെട്ടി ഇറങ്ങിക്കോളും. നീയൊക്കെ കോളേജിന്റെ അപമാന. ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല. ഇവളുടെ കൂട്ടുകൂടി എന്തിനാ വെറുതെ ഭാവി നശിപ്പിക്കുന്നത്? ഡോക്ടർ പോളിനെ ഞാൻ ഇന്ന് വിളിക്കുന്നുണ്ട്. ക്ലാസ് കട്ട് ചെയ്തതല്ല, ഭയങ്കര തലവേദന ആയതുകൊണ്ട് ലൈബ്രറി പോയി ഇരുന്നതാണ്. ഈ കുട്ടി പാവാ മദർ. അങ്ങനെയുള്ളവരെ നശിപ്പിക്കാനല്ലേ ഇവളൊക്കെ വേഷം കെട്ടി ഇറങ്ങിയിരിക്കുന്നത്? നിന്നെ ശരിയാക്കി തരണേ. എന്താ പറഞ്ഞേ? എന്റെ കൂട്ടുകൂടി മോശമുണ്ടെന്ന് പറഞ്ഞതാ. എന്നാലും സ്വയം നന്നാവാൻ തീരുമാനിച്ചിട്ടില്ല. തീരുമാനിച്ചു മദർ. നാളെ മൊഴിയാ നന്നായിക്കോളാം. എന്താ നാളെ? ഇന്ന് മുതൽ നന്നായി ശരിയാവില്ലേ? നാളെ വെള്ളിയാഴ്ച ഞങ്ങൾ ഹിന്ദുസിന് നല്ല ദിവസമാ. അല്ല, വേണമെങ്കിൽ തന്നെ നന്നാവാ. ആർക്ക് വേണമെങ്കിൽ? എനിക്കോ? എനിക്കൊരു നിർബന്ധമില്ല. പക്ഷെ മറ്റു കുട്ടികളെ ചീത്തയാക്കാൻ ഞാൻ സമ്മതിക്കില്ല.
ഇന്നാ താങ്ക് യു മദർ. നിന്റെ കാർഡ് ഇവിടെ ഇരിക്കട്ടെ. ഗാർഡിയനെ വിളിച്ചോണ്ട് വന്നിട്ട് ക്ലാസ് കയറിയാൽ മതി. നിന്നെ ഇങ്ങനെ കയറൂരി വിട്ടിരിക്കുകയാണോന്ന് എനിക്കൊന്ന് അറിയണം. എന്റെ ഡാഡി എന്നെ കൊല്ലും. ഞാൻ ഇനി ഒരു പ്രശ്നം ഉണ്ടാക്കില്ല. മദറാണ് സത്യം. ഞാൻ ഇനി നല്ല കുട്ടി ആയിക്കോളാം. ആ ലുക്കാസിനെ ശല്യം ചെയ്തതിന് സോറി. ഗുരുവായൂരപ്പനാണ്, കർത്താവിനാണ്. ഞാൻ ഇനി നല്ല കുട്ടി ആയിക്കോളാം. ടീച്ചേഴ്സിന് ഞാൻ ഇനി ഒരു പ്രോബ്ലം ഉണ്ടാക്കില്ല. സാരില്ല മദർ, ഇനി ഉണ്ടാവാതിരുന്നാ മതി. മതി മതി, ഇത്തവണ ഞാൻ ക്ഷമിച്ചു. ഇനി നിന്നെ കുറിച്ച് ഒരു കംപ്ലൈന്റും ഉണ്ടാവരുത്. ഇല്ല. പിന്നെ ഈ വേഷം കെട്ടലുണ്ടല്ലോ, അത് വേണ്ട. ഈ കോളേജിനൊരു അന്തസ്സുണ്ട്. അതിന് യോജിച്ച വേഷം വേണം ധരിക്കാൻ. എല്ലാവർക്കും ഒരു മാതൃകയാവണം. മനസ്സിലായോ? Jean-Paul Sartre is one of the most famous എന്താ ഇത് പ്രിയമത, ഇങ്ങനെയാണോ കോളേജിൽ വരുന്നത്? സോറി സർ, 10 മിനിറ്റ് ലേറ്റ് ആയി. ട്രാഫിക് ബ്ലോക്ക്. അതല്ല ചോദിച്ചത്. ഈ വേഷം ചട്ടേമുണ്ടും. അയ്യോ സാറിന് ഇഷ്ടായില്ലേ? നിങ്ങൾക്ക് ഇഷ്ടായില്ലേ? ചിരിക്കണ കണ്ടില്ലേ? എല്ലാവർക്കും ഇഷ്ടായി. എന്താ അവിടെ? Go to the class. എന്താ സർ, എന്താ പ്രശ്നം? ഈ കുട്ടി ഈശോമിശിയേക്ക് സ്തുതിയായിരിക്കട്ടെ. നമ്മുടെ കോളേജിന്റെ അന്തസ്സിന് ചേർന്ന ഒരു വേഷം ഇട്ടുകൊണ്ട് വന്നപ്പോ സാറിന് അത് ഇഷ്ടായില്ല. മദർന്ന് പറഞ്ഞ് മനസ്സിലാക്കി. Shut up and get out. ഗാർഡിയനെ വിളിച്ചോണ്ട് വരാതെ ഈ കോമ്പട്ടി പോലും കണ്ടുപോകരുത്. Idiot. ഒന്ന് നിന്നേ. ഇങ്ങനെയാണോ ഈ ഹോട്ടലിലെ രീതി? സോറി, ഞാൻ അറിയാതെ. എന്തോന്നറിയാതെ? ഇതിന്റെ ഉത്തരവാദപ്പെട്ട ഒരാളാന്ന് വെച്ചാ വിളിച്ചേ? അല്ല, ഇവിടുത്തെ സ്റ്റാഫിനും മാനേഴ്സും ഡിസിപ്ലിനും ഒന്നും ഇല്ലെന്ന് ചോദിക്കണമല്ലോ. ആ കുട്ടിക്കൊരു അബദ്ധം പറ്റിയതാവും. വിട്ടേക്ക് മാത്തച്ചയാ. ഇതങ്ങനെ വിട്ടാ പറ്റത്തില്ല. ഇന്ന് ഡ്രസ് എടുത്തിട്ടു. ഇക്കണക്കിന് റൂമിലിരിക്കുന്ന തിങ്സിനും ബാഗേജിനും ഒക്കെ എന്താ സെക്യൂരിറ്റി? വിലപിടിപ്പുള്ള ഒരുപാട് സാധനങ്ങളുള്ളതല്ലേ? സർ, ഞങ്ങളൊന്നും അങ്ങനെ ചെയ്യില്ല. ഇതൊരു അബദ്ധം. സോറി. സോറി പറഞ്ഞുകൊണ്ടൊന്നും ആയില്ല. സാധാരണ റൂം ക്ലീൻ ചെയ്യാൻ വരുമ്പോ ഒരു സൂപ്പർവൈസർ ഉണ്ടാകുമല്ലോ. എവിടെ? സർ, അവരറിഞ്ഞാ എന്റെ ജോലി പോവും. പോട്ടെ, അത് ഞങ്ങളെന്ത് വേണം? അവരെ വിളിച്ചിട്ട് എന്റെ കാര്യം. ലീവ് ഇറ്റ് മാത്തനങ്ങൾ. അബദ്ധം പറ്റിയെന്ന് ആ കുട്ടി പറഞ്ഞില്ലേ? ഡോണ്ട് ഹാരാ സർ. ഇറ്റ്സ് ഓക്കെ. എന്താ കുട്ടിയുടെ പേര്? ജെനിഫർ. നൈസ് നെയിം. സോറി മാഡം. ഇറ്റ്സ് ഓക്കെ, കുട്ടി പൊക്കോളൂ. Ladies and gentlemen, this is an important announcement. നാക്കുവടിക്കാത്ത സുഹൃത്തുക്കൾ നാളെ മുതൽ നാക്കുവടിക്കാൻ ശ്രദ്ധിക്കണം. അല്ലെങ്കിൽ പ്രിയമതേ ഈ മനോഹരമായ പേര് നിങ്ങൾക്ക് പറയാൻ കഴിയാതെ വരും. This is an important announcement. This is to warn you that an extremely dangerous situation is building up in this bus. ഈ ബസ്സിൽ ഏത് നിമിഷവും പൊട്ടിത്തെറിക്കാവുന്ന ഒരു ബോംബ് ഇരിക്കുന്നുണ്ട്. Yes.
It can be destructive like an atom bomb, but creative. It's a love bomb! പ്രണയാഗ്നിയിൽ കത്തുന്ന ഒരു പാവം മാനവ ഹൃദയമാണത്. പരമശിവന്റെ പിന്നാലെ പാർവതി എന്ന പോലെ, ശ്രീരാമന്റെ പിന്നാലെ ശൂർപ്പണഖ എന്ന പോലെ അവളവന്റെ പിന്നാലെ അലയുകയാണ് സുഹൃത്തുക്കളെ. അയ്യോ പാവം, എവിടെ എന്റെ പാർവതി, എവിടെ എന്റെ ശൂർപ്പണഖ? സോറി, ശൂർപ്പണഖ, ഐ ലവ് യു. ഞാനാണ് റിയൽ മിസ്റ്റർ ശ്രീരാമൻ. ആ ശൂർപ്പണഖയുടെ പേരെന്താണ്? പറയൂ പ്രിയമ്പടേ. പേര് പറയില്ല, ക്ലൂ പറയാം. ഷീപ്പിലുണ്ട്, ഷിപ്പിലില്ല. ഫോടായിലുണ്ട്, വാടായിലില്ല. നമ്മുടെ ശ്രീരാമൻ എന്ന് ചമ്മിത്തുടങ്ങിയിട്ടുണ്ട് സുഹൃത്തുക്കളെ. ആരാന്നങ്ങനെ പറയില്ല, വേണമെന്നുണ്ടേ ക്ലൂ പറയാം. അവൻ നമ്മുടെ പഴയ പ്രേമസീറിനെ പോലെ പച്ചിച്ചിരിച്ചിരിക്കുന്നവനാണ്. പടച്ചാക്കാണ്, സ്വർണ്ണ ഖനിയുള്ളവനാണ്. ഗൾഫിലും കേരളത്തിലും യൂറോപ്പിലും സ്വർണ്ണാഭരണങ്ങളുടെ കലവറയൊരുക്കുന്ന ആരെ കുറിച്ച് എന്റെ അനാവശ്യം പറയാന്നോ? ഞാനിത് കംപ്ലൈന്റ് ചെയ്യും. നിർത്ത്, എല്ലാവരും പോയി അവരവരുടെ സീറ്റിലിരിക്കെ. ഒരു കാര്യം പറയുമ്പോ രണ്ടുപേർക്ക് എങ്ങില്ലാത്ത തിരക്ക്. ഒന്ന് നിർത്തുണ്ടോ? ഞാൻ പറയുന്ന മറുപടി ഇതാ. 2 വാൽവ് പോയിട്ടുണ്ട്. ജാമ്പവാൻ പണ്ട് ശ്രീലങ്കയിൽ ആകാശവാണി നടത്തിക്കൊണ്ടിരുന്നപ്പോ ഉപയോഗിച്ച സാധന. പാർട്സ് ഒക്കെ കിട്ടിയ ഭാഗ്യം. ആ പാലസ് റോഡിൽ ടീക്കട നടത്തുന്ന കൃഷ്ണക്കമ്പത്തിന്റെയാണ് ഇവിടത്തെ ആദ്യത്തെ റേഡിയോകളിൽ ഒന്നാണ്. ഇതാണോ മാർക്കോണി കണ്ടുപിടിച്ച റേഡിയോ? ആരാ മാർക്കോണി? നമ്മുടെ തെങ്ങേറ നടക്കാൻ മന്ദവേലപ്പനല്ലേ, അയാളുടെ മൂത്ത മോനൊരുത്തൻ കോണിയായിട്ട് നടക്കല്ലേ, അവനാണ് മാർക്കോണി. അവൻ ഈ കോണിയായിട്ട് നടക്കുമ്പോ ആൾക്കാർ ശല്യം സഹിക്കണം. മാറുകോണി മാറുകോണി. എന്താ സേട്ടു പപ്പ ഇയാള് ചോദിച്ചത്? അതിവിടെ ഇരിപ്പിണ്ടി എടുത്ത് കൊടുക്കുന്നത്. ഉപദേശിക്ക സച്ചി, നീ നാളെ അതിരാവിലെ എണീറ്റ് പോയി ആ ബോംബെ കൊച്ചിനൊന്ന് പ്രേമിച്ചേക്കണം കേട്ടാ. രാവിലെ 5:45 ഫസ്റ്റ് ബസ്സിനെ പോയി പ്രേമിച്ചേക്കാവേ. കണ്ടപ്പോ തന്നെ ഞാനായില്ല വിവറൂട്ടാ, അല്ലാതെ ഞാനാ. അല്ലെങ്കിൽ കാര്യം പറയുമ്പോ തമാശയാ. എന്താ കുട്ടിക്കൊരു കുഴപ്പം? തൽക്കാലത്തെ പ്രശ്നങ്ങളൊക്കെ അമ്മ കേസ് ജയിച്ചാ തീരും. പിന്നെ കോടീശ്വരിയാ, ഇയാ കോടി നടന്ന് കാശ് കടം മേടിക്കാൻ പറ്റൂലെന്നൊരു ബുദ്ധിമുട്ടേ ഉണ്ടാവും. ഇതിന്റെ തലയിൽ കളിമണ്ണെങ്കിലും ഉണ്ടാവും ഞാൻ കരുതിയേ. അതുമില്ലേ? കളിമണ്ണെങ്കിലുള്ള ആ തലമണ്ടയിൽ കയറാനാ പറയുന്നത്. നല്ല കാര്യങ്ങളെ സ്നേഹമുള്ളവര് പറയുമ്പോ അനുസരിക്കുക, അല്ലാതെ പെണ്ണ് കെട്ടാത്ത ഈ മണങ്ങന്റെ വാക്ക് കേട്ട ഇയാളുടെ ജന്മം കട്ടപ്പകയാവും. ആ കുട്ടിക്ക് ഒരു പാതി മനസ്സുണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. ഇനി ഇയാളുടെ പാതി മനസ്സൂടെ കിട്ടിയ ബാക്കി കാര്യം ഞാൻ ഏറ്റു. മതി മതി കഥാപ്രസംഗം. പോയ കഞ്ഞളിച്ചു നോക്കി, ഉപ്പാപ്പയ്ക്ക് കുടിക്കേണ്ടതാ. കുറച്ചേരായി ഞാൻ നിന്റെ അടിയും തോടെയൊക്കെ ഒന്ന് കാണുകയല്ലായിരുന്ന. ചന്ദ്രനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഇത്രയും നല്ല പെണ്ണ് വീട്ടിൽ ഇരിക്കുമ്പോ പണിക്ക് പോകാൻ തോന്നുന്നു. ഗിരിയേട്ടൻ ചന്ദ്രേട്ടുള്ളപ്പോ എനിക്ക് ഇവിടുത്തെ ജോലിയുണ്ട്. നീ അടിച്ചോടി, ഞാനിപ്പോ ഇവിടെ നിൽക്കുന്നോണ്ട് എന്താ? അതിനിപ്പോ ചന്ദ്രൻ ഒന്നും പറയാൻ പോണില്ല. ഞങ്ങൾ ഒരു മനസ്സുള്ളവരാ, ഒരു പായയിൽ ഉറങ്ങി ഒരു പാത്രത്തിൽ നിന്നവരാ. വഴിമാറ്, എനിക്ക് അങ്ങോട്ട് പോണം. നീ പൊയ്ക്കോടി. തലയ്ക്ക് ഭ്രാന്ത് പിടിക്കുന്നൊരു മണമുണ്ട് കേട്ടോ എനക്ക്. ഗിരിയൻ ഇവിടെ ഉണ്ടോ? അകത്തുണ്ട്. നിനക്ക് എത്ര ആള് വേണോടി? ചന്ദ്രനെ മാത്രം പോരാ നിനക്ക്? അനാവശ്യം പറയരുത്. എന്റെ പുരുഷൻ അടുത്തിൽ കേട്ടി വെച്ചിരിക്കുന്നത് എന്താ ആവശ്യത്തിനാടി? എന്റെ പുരുഷനെ ആരും ക്ഷണിച്ചോണ്ട് വന്നല്ല, അയാൾ വന്നു കയറിയതാ. വന്ന് കയറി ഏതാണ് നീ പാൽ വെച്ച് കൊടുക്കോടി? എന്റെ വീട്ടിൽ തോന്നിയ ദിവസം പറഞ്ഞു കൊല്ലൊടിച്ച് ഞാൻ തീർക്കും. ഒന്നുകൂടി കൊടുക്കാവുള്ള കാരണത്ത് നായിന്റെ മോള് ചവിട്ടന്റെ നാവിനാൻ നടക്കും. ഞാനും ഇതേപോലെ പല ഇടപാടുകളും ഉണ്ടാവും. അതിന് നടക്കുന്നൊരു ഇഷ്ടം. കല്യാണം കളിക്കാണ്ട് പറഞ്ഞ് 2 കൊല്ലം കൂടെ നടന്നിട്ട് എന്നെ വഴിയാതാറാക്കി നിങ്ങൾ ഇവളോടെ കൂടെ പോയാൽ നിങ്ങളെ മുന്നിൽ കിടന്ന് ഞാൻ ചാവോ? എന്നാ നീ ഇപ്പോഴേ ചത്തോ? ഇവള് ചാവണമെന്ന് കാണട്ടെ. തന്നെ ഒരു ചൂലുകൊണ്ട് നീ എന്നെ നിർത്തോ? ഞാൻ അതിന്റെ കാര്യം ആദ്യം അവനോട് പറഞ്ഞത്. നിന്നെ തൊടാനുള്ള ആദ്യം ഞാൻ ജനിക്കാടി.
ഓ പിന്നെ ലോറിക്കാരുടെ ജീവിച്ചോളാ വലിയ പാതിവർദ്ധമേന്ന് ഞാനൊരു പാവാണ്, എന്നെ ഉപേക്ഷിക്കരുത്. ഓടി ഇന്നത്തോടെ കഴിഞ്ഞു നീ ഞാനായിട്ടുള്ള ബന്ധം. നല്ല കാറ്, സാറും നല്ലതാ. എനിക്ക് 100 രൂപ തന്നു. എന്തായാലും മിണ്ടിയാ ഇവിടെ വായന്ന് മുത്തൊഴിയോ. അപ്പൊ ഞങ്ങൾ ഇറങ്ങട്ടെ, ഇനി കാത്തുന്ന വൈകും. അവള് വരുമ്പോ പറയാം. ശരി വരട്ടെ. അവളെത്തി. ആ അല്ല, നിങ്ങളെപ്പോ എത്തി? ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. ഇതെന്ത് കുളിയടി, ഇവര് കാത്തിക്കാൻ തുടങ്ങിയിട്ട് മണിക്കൂർ ഒന്നായി. അവരെന്തൊരു ചമ്മല്. ചമ്മലോ? എനിക്കോ? എനിക്ക് ചമ്മലൊന്നുമില്ല. ഒരു മുന്നറിയിപ്പും ഇല്ലാതെ. എനിക്ക് എന്റെ മോളെ കാണാൻ വരാൻ മുന്നറിയിപ്പ് വേണം. എന്താ മോൾ ആരോടും പറയാണ്ട് പോന്നെ? ഹേയ്, ഒന്നുമില്ല. എനിക്കവിടെ ആരെയും പരിചയമില്ല. എല്ലാരും വലിയ ആളുകള്. ഇങ്ങനെയൊക്കെയല്ലേ എല്ലാരും പരിചയപ്പെടുക അല്ലേ അപ്പച്ച? ആ മോളൊരു കാര്യം മനസ്സിലാക്കണം. ആരൊക്കെ വന്നാലും ഞങ്ങളുടെ VIP മോളാ. വലിയ വലിയ ആളുകൾക്ക് ഇപ്പോഴല്ലേ ഉണ്ടായല്ലോ. അവരൊക്കെ വരാനുള്ള കാരണം എന്താ? മോള്. അത് ഞങ്ങൾ ആരും മറക്കില്ല. മോൾക്ക് എന്തെങ്കിലും വിഷമം തോന്നിയെങ്കിൽ ഞാൻ മാപ്പി വയ്ക്കാം. അയ്യോ അപ്പച്ച, അങ്ങനൊന്നും പറയല്ലേ, എനിക്ക് വിഷമാവും. ഇപ്പൊ നിനക്ക് സമാധാനമായോ? ഇവൻ ഞങ്ങളൊക്കെ പറയാത്തതായിട്ട് ഇനി ഒന്നുമില്ല. അപ്പൊ ശരി, ആയിക്കോട്ടെ. പോരാ. താൻ പണ്ട് എനിക്കൊരു ബോംബ് വെച്ചില്ലേ? എപ്പോ? ബസ്സിൽ വെച്ച്. അതുപോലെ ഞാനും തനിക്കെണ്ണം വെച്ചിട്ടുണ്ട്. എന്ത്? അങ്ങോട്ട് ചെല്ല്, അറിയാം. ചില്ലറുണ്ട്, ഒരു 10 രൂപ ഇട്ട് 100 രൂപ കൊണ്ടായിട്ട് മാറി കിട്ടിയില്ലേ? ശരി, ഇടയ്ക്കിടയ്ക്ക് വരണം കേട്ടോ. പഞ്ചവർണ്ണ പൈങ്കിളി പെണ്ണെ, ഇന്നെനിക്കൊരു ദൂത് പോകാം. അവരെന്തിനാ വന്നറിയോ? എന്നെ കാണാൻ. നിന്നെ കാണാനല്ല, പിന്നെ പെണ്ണ് കാണാൻ. പെണ്ണ് കാണാനോ? പെണ്ണിനെ കൊടുക്കുമെന്ന് ചെക്കൻ്റെ അച്ഛൻ നിയമപ്രകാരം ചോദിക്കാൻ വന്നതാ. ആണോ അമ്മേ? അതിലെന്തത്ര നാണിക്കാൻ? എന്തടി പെണ്ണിന്റെ നാണം കണ്ടില്ലേ? അങ്ങനെ ജീവിതത്തിൽ ചെയ്യാത്ത എന്തെന്ന് ചോദിച്ചാ ഒന്നുമില്ല. കൊലപാതകം ഒഴിച്ച് വേറെ എല്ലാം ചെയ്തിട്ടുണ്ട്. പക്ഷേ ഒന്നും എനിക്ക് വേണ്ടിയായിരുന്നില്ല. ഏത് തെറ്റ് ചെയ്യുമ്പോഴും നമ്മളൊരു ന്യായം കാണും അല്ലേ? അമ്മയ്ക്ക് വേണ്ടി, അനുജന് വേണ്ടി, അനുജത്തിക്ക് വേണ്ടി ഈ ചെയ്തു കൂട്ടിയ പാപങ്ങളുടെ ഫലം അവരനുഭവിക്കൂ. അത് ചെയ്യണവര് തന്നെ അനുഭവിക്കണം. എന്ന് വെച്ചാ ആരനുഭവിക്കണ്ടേ? ഞാൻ അനുഭവിക്കണം. കൂടെ ഞാനും. നമുക്കുണ്ടാകുന്ന കുട്ടികളും അനുഭവിക്കണം അല്ലേ? വിഷമിക്കാൻ വേണ്ടി പറഞ്ഞതല്ല. ഈ കൊമ്പനെ എനിക്ക് വേണം. ഈ കൊമ്പ് മുറിച്ചിട്ട് ഇത് താഴ്ത്തി വെക്കാൻ എത്ര ഭാഷയെ പറയണു? അമ്മ പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഓരോരോ ജന്മത്തിൽ ഓരോരുത്തർക്ക് ഓരോരുത്തരെ നിശ്ചയിച്ചു വെച്ചിട്ടുണ്ട്. അവരെന്തെങ്കിലും കണ്ടുമുട്ടും. അല്ലെങ്കിൽ വടക്കേ ഇന്ത്യയിലെങ്ങാണ്ട് ജനിച്ച് ഇപ്പോൾ വാങ്ങി പത്രിപ്പാലക്കാരൻ ചന്ദ്രഹാസന്റെ ചങ്കില് ഇങ്ങനെ വന്നിറക്കുക. ചന്ദ്രനെ ഞാൻ ജീവിക്കാൻ പോകുന്നു. നമുക്കിനി ആരും വേണ്ട. എനിക്ക് നീയും, നിനക്ക് ഞാനും. അയ്യോ, ഇടം നായിന്റെ മോനെ, സത്യം കണ്ടിട്ടില്ല. നിന്നെ ഞാനൊന്നും കണ്ടിട്ടില്ലേ. ഒരു ഭാര്യയും ഭർത്താവും താമസിക്കുന്ന വീടാ. ഇവിടെ കേറി വരുന്നതിന് ചില മര്യാദ വേണം. ഓ, ഇതുപോലെ ഞാൻ മുമ്പ് കാണാത്താ. ഏയ് സത്യമായിട്ടില്ല ചേച്ചി, ഞാൻ വെറുതെ പറഞ്ഞതാ. ചന്ദ്രേട്ടൻ ഒരു പെണ്ണിന്റെ മുഖത്തൊന്നും നോക്കിയിട്ടില്ല അല്ലേ? നോക്കിയിട്ടുണ്ട്. ഒരു പെണ്ണല്ല, ഒരുപാട് പെണ്ണുങ്ങളെ. പക്ഷെ ഇനി അതുണ്ടാവില്ല. ഞാൻ സമ്മതിക്കില്ല. എന്നാലും പ്രിയനെ ചതിച്ചില്ലേ? ചതിയോ? നൂൺ ഷോക്ക് വരാന്ന് പറഞ്ഞെന്നെ വെറും വാസുദേവനാക്കിട്ട് ഒറ്റ പടത്തിന് വന്നോ? അത് ഒഴിവ് കിട്ടാഞ്ഞിട്ടല്ലേ? നോണ. എന്നിട്ടോ 4 വീട്ടിൽ ജോലി ചെയ്യുന്നത്? അത് കാശിന് അത്യാവശ്യമുണ്ടല്ലേ? കാശ് മാത്രം മതിയോ? സ്നേഹം വേണ്ടേ? പ്രിയ ക്ഷീണിച്ചു. എനിക്ക് സങ്കടം പ്രിയ ക്ഷീണിക്കുന്നത്. സെക്സ് അപ്പീല് പോവും. ഷക്കീലൊക്കെ എന്താന്നറിയോ സെക്സ് അപ്പീല്? ഓ ചിരിച്ച്. ഈ ചിരിയ മനുഷ്യനെ കൊല്ലുന്നത്. ഞാൻ പ്രിയ ഒന്ന് പേടിപ്പിക്കട്ടെ. പേടിപ്പിക്കേ? ആ പേടിച്ചോ? ഇല്ല. റാബി ഡ്യൂട്ടി കഴിഞ്ഞ് വന്നിട്ടില്ല. ഇപ്പൊ പേടിച്ചില്ലേ? ഒട്ടും പേടിച്ചില്ല. എന്നാ ഞാൻ ശരിക്കും പേടിപ്പിക്കാൻ പോവാ. ജിം ജിം ജിം. ഈ മോന്തൻ അടിച്ച് വാരും. എന്നിട്ട് സ്ത്രീ പീഡനത്തിന് കേസ് കൊടുക്കും. അഴിയണ്ണോ അഴി. അത് ഞാൻ പീഡിപ്പിച്ചില്ലല്ലോ, പേടിപ്പിച്ചല്ലേ ഉള്ളൂ. ഇപ്പൊ പേടിച്ചില്ലേ? ഓ
എന്നാ പോയ വാതിൽ ഓർക്ക് നൂൺഷോ വെള്ളം വേണ്ട, പണവും വേണ്ട, എന്നെ ചെയ്യോ. കൊല്ലരുത് അയാളെ. അരുത്. നിങ്ങളുടെ ചോരയിലുണ്ടായ മോന് ഇവനെ ജനിക്കാൻ സമ്മതിച്ചവരാണ്. ഇവൻ നിങ്ങളുടെ കുഞ്ഞാണെന്ന് നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ ഇവനെ ഓർത്ത് അയാളെ കൊല്ലരുത്. ഞാൻ മരിക്കാതിരുന്നതിന് വേണ്ടി മാത്രം എന്തെങ്കിലും നിങ്ങൾ വന്ന് ഏൽപ്പിക്കണം. അല്ലെങ്കിൽ ഇവൻ തനിയെ ആഹാരം കഴിക്കുന്നത് വരെ ഞാൻ ഉണ്ടാവണം. അതിനുവേണ്ടി മാത്രമാണ് ഞാൻ ജീവിച്ചത്. നമ്മളിനി ഒരിക്കലും കണ്ടുമുട്ടില്ല. ഇവനെ സ്നേഹിച്ച് വളർത്തണം. ഒരു തെമ്മാടിയും ചീട്ടുകളിക്കാരനായി പോകാതെ നല്ല ആളാക്കണം. ഇന്ദ്ര, മരണക്കിടക്കത് ഞാൻ ഏറ്റു വന്നത് നിനക്ക് വേണ്ടിയാ. നീ ഇല്ലാതെ എനിക്കൊരു ജീവിതമില്ല. മൃഗത്തെക്കാൾ മോശമായ ഒരാണിന്റെ കൂടെ 1.5 കൊല്ലം കഴിഞ്ഞുള്ള ഞാൻ കാത്ത മാനം ലോകത്തൊരാളും വിശ്വസിക്കില്ല. അത് പറഞ്ഞു മനസ്സിലാക്കാൻ ഒരു പെണ്ണിനും കഴിയില്ല. എന്നെ മറന്നേക്ക്. ലോകം വിശ്വസിക്കണ്ട, ആരും വിശ്വസിക്കണ്ട. എനിക്കറിയാം നീ എന്റെ മാത്രം. എന്താ ഇത്ര ചിരി? അത് സഖാവിന്റെ വീടാണോ അതോ വല്ല റിലേറ്റീവ്സിന്റെയോ മറ്റോ? രണ്ടുമല്ല. ഞാൻ അവിടുത്തെ ജോലിക്കാരിയാ, പാർട്ട് ടൈം സെർവന്റ്. എന്താ സഖാവ് വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല. ഞാനിത് ആരോടും പറയില്ല. അത് ഇത്ര വലിയ സീക്രട്ട് ആക്കേണ്ട കാര്യമില്ല. അത് ഈ കോളേജിലെ പലർക്കും അറിയാം. ഷീലയ്ക്ക് അറിയാം, പോളച്ചിനറിയാം, അങ്ങനെ പലർക്കും അറിയാം. പക്ഷെ ഞാനിത് തീരെ പ്രതീക്ഷിച്ചില്ല. ഒരു വീട്ടിലെ അല്ല, 5 വീട്ടിലെ പാർട്ട് ടൈം ഡൊമസ്റ്റിക് ഹെൽപ്പ് ഞാനാണ്. മാസം 5000 മണീസ് ഉണ്ടാക്കണ്ടേ അറിയോ? കാശ് മാത്രല്ല, ഞാനിരുന്ന ഡ്രസ്സൊക്കെ ഓരോ വീട്ടിൽ നിന്ന് കിട്ടുന്നതാ. കീറിയതും പിഞ്ഞിയതും ഒക്കെ മാറ്റി വെട്ടി തയ്ച്ചുണ്ടാക്കുമ്പോ അത് പ്രിയമിടാ സ്റ്റൈൽ. പിന്നെ ഭക്ഷണം, അതും 5 വീട്ടിൽ നിന്ന് 5 തരം. ഒരു പഴയ സ്കൂട്ടർ ഉള്ളോണ്ട് ഓൾവേസ് പ്രോംപ്റ്റ് ആൻഡ് പങ്ക്ച്വൽ. അപ്പോ അതിനിടയിൽ പഠിപ്പോ? ഈ പാട്ടൊന്ന് കേട്ടു നോക്ക്. ഇന്ത്യൻ ഹിസ്റ്ററിയുടെ ശബ്ദരേഖ. സോമസാറിന്റെ ക്ലാസ് ടേപ്പ് ചെയ്താ. വായിച്ചു പഠിക്കാൻ സമയം കിട്ടുന്നില്ല. ഇതാവുമ്പോ ഏത് നേരം കേട്ട് പഠിക്കാലോ. എങ്ങനെയുണ്ട്? കൊള്ളാം. സഖാവിനെ ഞെട്ടിച്ചോണ്ടിരിക്കുക. ഇതാൻ പ്രിയമടാ സ്റ്റൈൽ. പക്ഷേ എന്റെ ജീവിതം വലിയ പ്രശ്ന സഖാവേ. അതാലോചിക്കാണ്ടിരിക്കാ ഭേദം. ആകെപ്പാടെ ആശ്വാസം കോളേജാ. ഇവിടെ വന്നങ്ങോട്ട് അടിച്ചു പൊളിക്കും. ഒരു ഫ്രീക്ക് ഔട്ട്. എന്തെങ്കിലുമൊക്കെ സന്തോഷം വേണ്ടേ ജീവിതത്തില്? എനിക്ക് സഖാവിനോട് ഇപ്പോ അസൂയ തോന്നണം. എനിക്ക് പറ്റണില്ലല്ലോ ഇങ്ങനെ. ഫീസ് അടയ്ക്കാൻ വരെ ആരോടെങ്കിലും ഇറക്കണം. ജീവിതം എന്ന് പറയുന്നത് ഇപ്പൊ ഒരു ഭിക്ഷാടന. ഇന്ന് രാവിലെ അവിടെ വന്നതും ഇറക്കാനാ. എനിക്ക് തോന്നി പഠിച്ചെന്തെങ്കിലുമൊക്കെ ആയില്ലെങ്കിൽ ശരിക്കും തെരുവിലേക്ക് ഇറങ്ങേണ്ടി വരും. വലിയ വീടുണ്ട്, ബെൻസ് കാറുണ്ട്, അതൊക്കെ ഏത് നിമിഷം കടക്കാർ കൊണ്ടുപോകും. എന്ത് ജോലിയും ചെയ്യാൻ തയ്യാറാണ്. പക്ഷെ പറ്റില്ലല്ലോ.
കുടുംബത്തിന്റെ അന്തസ് നോക്കണ്ടേ? നമുക്ക് പിന്നെ അങ്ങനെ ഒരു സാധനം ഇല്ല. നമ്മളൊക്കെ ഏറ്റവും സന്തോഷിക്കേണ്ട കാലം ഇത്. പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. ടെൻഷൻ അടിച്ചാ പ്രശ്നങ്ങൾ തീരുവോ? അത് അതിന്റെ വഴിക്ക് വിട്ടേക്കാം. സഖാവ് ഇപ്പൊ എന്താ വേണ്ടെന്നറിയോ? നല്ലോണം പഠിക്കുക, റാങ്കോടെ പാസ്സാവുക, ബാക്കി വരണടുത്ത് വെച്ച് കാണാനേ. സഖാവിനോട് സംസാരിക്കുമ്പോ എന്തോ ഒരു ബെല്ലടിച്ചു. ഇന്നത്തോടെ ഞങ്ങളുടെ ക്ലാസ് തീരാ. പിന്നെ നമ്മൾ കാണുമോ? കാണാതെ പറ്റുമോ? ഒരു 6000 രൂപ എനിക്ക് തരാനില്ലേ? मीठा पान पान लो भैया। चिकनी क्या माल है? अच्छा दान है भैया आपका। अगर यही आदत रहेगा तो ये दान नहीं रहेगा, कोई मार के निकालेगा। मेरा जूता देखा? किस लिए पहना है मालूम? बस चलने के लिए नहीं, तुझ जैसे हरामियों को तोहफा देने के लिए। बीड़ी सिगरेट मुर्गान पान मेरा आ ചേട്ടാ സുഖാണോ? ഒരു 400 പീസ് എടുക്കട്ടെ ചേട്ടാ. മൊത്തത്തിൽ കൊടുക്കൂ. എന്തോ മുറുക്കാൻ മൊത്തത്തിൽ കൊടുക്കൂന്ന് ചോദിച്ചതാ. പിന്നെന്താ, കൊടുക്കാല്ലോ. വേണോ? എന്റെ പൊന്ന് ചേട്ടാ, 2 പേര് കഴിയാൻ വേണ്ടിട്ടേ പൊരിവേലത്തി പെട്ടി തൂക്കി നടക്കണേ. ഇറച്ചി മുട്ടയും കോഴി ബിരിയാണി ഒന്നും വേണ്ട, അരി മേടിച്ചാ മതി. കളിയാക്കല്ലേ. ഒരു പാക്കറ്റ് ഗോൾഡ്. പ്രേമ, ഞാൻ പറഞ്ഞ സാധനം പൂച്ചയല്ലടാ, പുലി. പുലിക്കുട്ടി. പുലിയോ? ഹലോ അണ്ണാച്ചി, തോക്കിമാ നല്ല പാൻ സാപ്പിട്ട് പോകണ്ടേ? നല്ല ദമ്മ പോല. 1 വേണമാ 2 വേണമാ? അന്ത കിളിക്കൊണ്ട് കൊടു. വണ്ടിയിലൊക്കെ അത് തൂങ്ങ മാറ്റേ ദടിയ. നല്ല പുളിച്ച തെറിയാൻ പറയും. മലയാളിയാ? തമിഴാന്ന് തോന്നി. ഒരു തമാശ പറഞ്ഞ ചേട്ടാ, ക്ഷമിക്ക്. നമ്മളേതായാലും മലയാളിയാണോ, തെലുങ്കത്തിയാണോ, ഹിന്ദിയാണോ, അല്ലെങ്കിൽ വല്ല കാട്ടുജാതിയാണോ? അച്ഛൻ മലയാളി, അമ്മ ഗുജറാത്തി. എടുക്കട്ടെ ചേട്ടാ? നിന്നെടുത്തോളാം. നീ എടുക്കണ്ട, അവൾ എടുക്കട്ടെ. ഒരു 3 എണ്ണം 120. 3 എണ്ണത്തില് 1 പൊതിയണോ? വേണ്ട, 1 ഇവന്, 1 എനിക്ക്, 1 നിനക്ക്. എന്റെ വക. എനിക്കോ? എനിക്ക് വേണമെങ്കിൽ ഞാൻ തിന്നോളാം. അതിന് ചേട്ടന്റെ കാശ് മുടക്കണ്ട. അത് സാരല്ല, 1 എണ്ണം ഈ വായിലിട്ടാ കുറച്ചു നേരം ഈ വായ നടഞ്ഞു കിട്ടുമല്ലോ. എന്ത് ചെയ്യാനാ ചേട്ടാ, വായിട്ടലച്ചാലേ ഒരു മുറുക്കാൻ വാങ്ങും. 2 മതി. ഈ വായിൽ മുറുക്കാൻ ചവച്ച് ഈ ചിരിയുടെ ഭംഗികളേണ്ട. ഒരു സത്യം പറഞ്ഞാൽ ഇത്ര ഗൗരവം എന്തിനാ? നല്ല ഭംഗിണ്ടിട്ടാ. പയ്യൻ തലയിരിക്കാൻ വാലാണ്. ഇവനെ വാലാട്ടുന്ന വർഗ. പോട്ടിക്കോ, ഇനി അധികം വർത്താനം പറയണ്ട. 10 രൂപ. എന്നാടാ, ഒരു കാര്യം കൂടെ ചോദിച്ചിട്ട് പോട്ടോളാം. പേരെന്താ? മുറുക്കാൻ നിന്നാ പോരെ, എന്തിനാ പേരറിയണേ? മുറുക്കാനും തിന്നാ, പേരും അറിയാം. പേര് പറയുന്നതിന് എന്താ? ഞാൻ ചന്ദ്രഹാസൻ, ഇവൻ പ്രേംകുമാർ. ഒരു കാര്യം എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ കൊറേ കാര്യം. ചേട്ടൻ പോയേട്ടാ. പേര് ഞാൻ പറയട്ടെ? പറയട്ടെ? ആ പറ. രുദ്രാണി. രുദ്രാണിയൊന്നുമല്ല, ഇന്ദ്രാണി. നല്ല പേര്. വണ്ടിയുടെ ഹായ് പ്രിയ. ഹായ്. വാ ഇറങ്ങ്. ഇറങ്ങണം. പിന്നെ കുഴപ്പമൊന്നും ഉണ്ടാവില്ലല്ലോ. ഒരു കുഴപ്പമില്ല, ധൈര്യമായിട്ട് ഡീൽ ചെയ്യല്ലോ. ധൈര്യത്തിന് കുഴപ്പമൊന്നുമില്ല, പക്ഷെ ഡാഡി എന്ന് പറഞ്ഞാൽ വിശ്വസിക്കുവോ? പിന്നെ നമ്മൾ തമ്മിൽ നല്ല ചേർച്ചയില്ലേ? അതെ അതെ, എന്നാലും ഡാഡിയും മോളോട്ട് തോന്നും. ഏയ് ഒരിക്കലും ഇല്ല. നല്ല സുന്ദരനല്ലേ? അതെ. ഡാഡിയുടെ പേരെന്താ പറഞ്ഞ? വാസുദേവൻ. അവസാനം വല്ല പിള്ള എന്നാരോ എന്തെങ്കിലും ചേർക്കും? ഇല്ല. അപ്പോ MT വാസുദേവൻ. MT ഇല്ല, വെറും വാസുദേവൻ. ഓ, വെറും വാസുദേവൻ. ഓക്കെ ഓക്കെ. വെറും വാസുദേവൻ. എന്താ ഇത് കേക്ക്, ഇത് ലഡു. അല്ല, ഇത് ജിലേബി, ഇത് ലഡു. അതൊക്കെ എനിക്കറിയാം. എന്തിനാ ഇതൊക്കെ? തിന്നാൻ. മദർ ഇങ്ങനെ വെറുതെ ഇരിക്കുമ്പോ ചുമ്മാ തിന്നാനായിട്ടേ. എനിക്കിതൊക്കെ വാങ്ങിത്തരാൻ നിങ്ങൾ ആരാ? ഞാൻ യൂനിസേ വാസുദേവന്. യൂനസ് വാസുദേവനോ? അല്ല, പ്രിയംവദയുടെ. ഓ, പ്രിയംവദയുടെ ഡാഡിയാണല്ലേ? നിങ്ങൾ എന്റെ കൈ കിട്ടാൻ കാത്തിരിക്കുകയായിരുന്നു ഞാൻ. നിങ്ങൾ എന്താ കുട്ടി അഴിച്ചു വിട്ടിരിക്കുകയാണോ?
എന്തൊക്കെ തോന്നിവാസങ്ങൾ ആ കുട്ടി കാട്ടിക്കൂട്ടുന്നറിയോ? സമയത്തിന് ക്ലാസ് വരില്ല, വന്നാ തന്നെ ക്ലാസ് കട്ട് ചെയ്ത് ഇരിക്കണോ ഉഴപ്പി നടക്കാണ്. എന്തൊക്കെ വേഷം കെട്ടിയ കോളേജ് വരുന്നറിയോ? അയ്യോ മദർ ക്ഷമിക്കണം. ക്ഷമ എന്നൊരു വാക്ക് എന്റെ ഡിക്ഷണറിയിൽ ഇല്ല. വേണ്ട, അവളൊരു സുഖമില്ലാത്ത കുട്ടിയാ, അതുകൊണ്ട്. എന്താ സുഖം? ഭ്രാന്തോ? അതെ അതെ, അവളൊരു മെന്റൽ പേഷ്യന്റാ. ഓ ജീസസ്. അതെ മദർ, അവളുടെ മനസ്സൊട്ടും വിഷമിപ്പിക്കരുതെന്ന സൈക്കാട്രിസ്റ്റ് പറഞ്ഞിരിക്കുന്നത്. വിഷമിപ്പിച്ചാൽ അവളൊരു ഭ്രാന്തിയായി മാറും. നിങ്ങൾക്ക് അറിയാതിരിക്കൂ, എന്തുകൊണ്ട് എന്നോട് ഇത് നേരത്തെ പറഞ്ഞില്ല? അത് പുറത്തു പറയാമോ? അവളൊരു പെൺകുട്ടിയല്ലേ, അവളുടെ ഭാവി ഈശ്വര. സാരമില്ല, ഞാനിത് ആരോടും പറയില്ല. അവളുടെ ഇഷ്ടം പോലെ നടന്നോട്ടെ, ഞാൻ നോക്കിക്കോളാം. താങ്ക് യു മദർ, താങ്ക് യു വെരി മച്ച്. ഓക്കെ മിസ്റ്റർ വാസുദേവൻ. വെറും വാസുദേവൻ. പറ, എന്താ പറഞ്ഞേ? എന്ത് പറയാൻ, സംഗതി ക്ലീൻ. ശരിക്കും പറ. എന്നെ കണ്ടപ്പോ തന്നെ ഒന്ന് ഭയന്നു. മേലിൽ പ്രിയക്ക് യാതൊരു പ്രശ്നം ഉണ്ടാവില്ലെന്ന് എന്റെ കയ്യിലടിച്ച് സത്യം ചെയ്ത് പറഞ്ഞു. പോരെ? എന്താ എന്നെ അഡ്രസ് ചെയ്തെന്നറിയോ? എന്താ? യങ് മാൻ. ഡാഡി, ഞങ്ങൾക്ക് പ്രിയയുടെ ഫ്രണ്ട്സ്. ഏത് ഡാഡി? ആരുടെ ഡാഡി? പൊടി. എന്ത് മനുഷ്യനാ ഇവളുമാർക്കത് കണ്ണു കണ്ടൂടെ? ഡാഡിന്ന് പോയി തന്റെ പോയി വിളിക്കട്ടെ, ഡാഡിന്ന്. പകര് പോ. അയ്യോ സോറി, ഞങ്ങൾക്ക് ഒരു ചെറിയ മീറ്റിംഗ് ഉണ്ടായിരുന്നു. എന്ത് മീറ്റിംഗ്? ഞങ്ങളുടെ കോളേജ് ഡേക്ക് ഞങ്ങള് ഫസ്റ്റ് ബി എക്കണോമിക്സ് ഒരു ഫാഷൻ ഷോ ചെയ്യണ്ടേ, അതിന്റെ ഒരു ആലോചന. കഷ്ടമുണ്ട് കേട്ടോ പ്രിയ, ഇന്നൊരു നൂൺ ഷോക്ക് പോണെന്ന് ആശ, ഇന്നും പറ്റില്ല. അടുത്ത ആഴ്ച ഉണ്ടല്ലോ ന്യൂൺ ഷോ. അപ്പൊ ലവ് സ്റ്റോറി തീർന്നു പോവില്ലേ? ഒക്കെ നീയാ കാരണം. നിനക്ക് വേണ്ടി എല്ലാം ചെയ്തു. തുണിവിളിപ്പ് വീണുപോയി. പട്ടിയെ പോലെ പറഞ്ഞെല്ലാം ഞാൻ കേട്ടു. അവന്റെ കൊച്ചിനെ പെറാൻ വരെ ഞാൻ സമ്മതിച്ചു. എന്നിട്ട് നീ എന്നെ പറ്റിക്ക. ഇനി നിന്റെ വേട്ടലും കണ്ടിരുന്നു എന്റെ അടുത്ത് ഇറങ്ങില്ല. എന്റെ ഇഷ്ടമില്ലാണ്ട് എന്റെ ശവത്തിൽ നിങ്ങൾക്ക് തൊടാൻ പറ്റും. ഞാൻ പറഞ്ഞതാ. ഒരിക്കൽ ഞാൻ ഈ കഴുത്ത് മുറിച്ചതാ, അറിയാലോ. നാശം കൊല്ലിന്റെ എല്ലാത്തിനെയും. പറഞ്ഞു തീർക്കാതെ ചെയ്യേ. എന്റെ കുഞ്ഞിനെ കൊല്ല. ആരും നിങ്ങളെ തടയില്ല. നശിക്കാനായിട്ട് അതും പറ്റില്ലല്ലോ. ഇതിന്റെ വാ എന്തേലും കൊണ്ട് നടക്കി. എന്താ സഖാവേ, വഴിതടയൽ സമരമാണോ? കുട്ടിയുടെ വഴി നേർവഴിയാണ്, അത് തടയേണ്ട വഴിയാണ്. എനിക്ക് വളഞ്ഞ വഴിയാണ് ഇഷ്ടമെങ്കിലോ? ആയിക്കോ, പക്ഷെ അത് മറ്റുള്ളവരുടെ നെഞ്ചത്തൂടെ ആവരുത് ആ വഴി. വീട്ടിൽ ധാരാളം പൂത്ത കാശുണ്ടാവും, ആ അഹങ്കാരം എന്റെ അടുത്ത് വേണ്ട. ഓ, നിങ്ങളല്ലേ വലിയ ആലൂക്കാസ്. ഞാൻ ആലൂക്കായതുകൊണ്ടല്ല, പണം എന്താന്നറിയാം. അത് വരും പോകും. 4 അക്ഷരം പഠിച്ചാ അത് എന്നേക്കും ഉണ്ടാവും. ഓ, ഫിലോസഫി. ഓ, ചേട്ടൻ എം എ ഫിലോസഫി ആണല്ലോ. ഞാൻ വെറും BA എക്കണോമിക്സ്. അതുകൊണ്ട് മണി പറല് വിശ്വാസമുണ്ട്. പിന്നെ പഠിച്ചു നന്നാവണമെന്ന് വലിയ എക്സ്പെക്ടേഷൻ ഒന്നും ഇല്ല. സന്തോഷം. പക്ഷേ മേലിൽ ഈ മണി പവറിന്റെ ജാട എന്നോട് വേണ്ട, മനസ്സിലായോ? ചേട്ടാ, ഞാൻ എന്താ ഇത്ര വലിയ തെറ്റിയത്? ആ പെങ്കൊച്ചിന് ചേട്ടനോടൊരു പ്രേമം. അവളത് എക്സ്പ്രസ് ചെയ്തിട്ട് ചേട്ടൻ അത് മനസ്സിലാവണമില്ല. അതുകൊണ്ട് ഞാൻ ക്ലിയർ ആയിട്ട് പറഞ്ഞ് മനസ്സിലാക്കി, അത്രയല്ലേ ഉള്ളൂ. അതെ, എനിക്ക് വീട്ടിൽ ചോദിക്കാനും പറയാൻ ആളുണ്ട്. ഞാൻ ഈ കോളേജ് വരണത് പഠിക്കാനാ. പഠിച്ച് നന്നാവുന്ന നല്ല എക്സ്പെക്ടേഷനും ഉണ്ട്. അതുകൊണ്ട് പ്ലീസ് എന്നെ വിട്ടേ. ചേട്ടാ, പ്രേമം ഒരു കുറ്റമാണോ ചേട്ടാ? ഒരിക്കലുമല്ല. ഗോഡ് ഈസ് ലവ്.